ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ എന്തൊക്കെ ഒരു ഉഷാറില്ലാത്ത അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഭയങ്കരമായൊരു തിരക്കിലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മളെ വീട്ടിൽ എല്ലാവരും വിളിച്ചിട്ട് നമ്മളൊന്ന് നോമ്പ് തുറപ്പിക്കൽ പരിപാടി നടത്തുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ നല്ല തിരക്കിലായിരുന്നു. എൻ്റെ സായ്കുട്ടിയൊക്കെ ഒന്ന് മാറാല അടിച്ചിരുന്നത് കേട്ടോ. മാറാല അടിക്കലും മറ്റേ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് സായ്കുട്ടി ഭയങ്കര ആക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തും കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാ നോമ്പ് തുറക്കാനും എല്ലാ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കലും അത് ഉണ്ടാക്കലും കൂടി ആകുമ്പോഴേ മൊത്തത്തിൽ പാടും. അത് കാരണം അവൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ എല്ലാവരോടും 6 മണിക്കാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം സമയം ഒരു 5-5:15 സമയമാണ്. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴാണ് എല്ലാവരും എത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 6 മണിക്ക് മുമ്പ് എത്തും, ചിലപ്പോൾ 6 മണിക്ക് ശേഷം എത്തും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് എല്ലാ കാലം സെറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മളെ അല്ല ഈ അല്ലല്ലോ ഇപ്പം ഇന്നത്തെ താരം. എവിടെ ജീജി? എവിടെ നോ? ഞാൻ കുറേ കാലമായിട്ട് നമ്മൾ ഇന്നുമോളെ നോ വിളിച്ചിട്ടില്ലല്ലോ. സായ്കുട്ടി പോയി ഇരിക്കേ. എന്താർക്കും അത്ര ഗൗരവം? ഇജ്ജ് കൊച്ചിന്നല്ലോ വന്നിക്കണേ, അമേരിക്കയിൽ നിന്നല്ലല്ലോ വന്നിക്കണേ. കൊച്ചിൻ്റെ അടുത്തേക്ക് നീക്കിരിക്കേ, അടുത്തേക്ക് ഇരിക്കടി. അങ്ങനെ നമ്മൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഫ്രെയിമിൽ വീണ്ടും ഇന്നു മുകളിലെത്തി. എന്താ ഇത് ആളെ ഇന്ന് ഓഫുള്ള ദിവസമല്ലേ, ആൾ ഓഫ് ഡേ ആണത്രേ കിടന്നുറങ്ങാറ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഓഫ് ഡേ അല്ലല്ലോ, ഇന്ന് ഓൺ ഡേ, നമുക്ക് ഓൺ ഡേ അല്ലേ. അപ്പോൾ ആളെ ഉറക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ആള് കുറച്ചൊക്കെ ഉറങ്ങിയപ്പോൾ കണ്ണടച്ചതാണ്. അത് അതിൻ്റെ കോലാണ് ഇപ്പോൾ കണ്ടല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാൻ നമ്മളെല്ലാ സംഭവങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ആൾക്കാർ വന്നാൽ മാത്രം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇത് എല്ലാ ഓൺലൈൻ സൈറ്റിലും ഉണ്ട്. ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, മീഷോയിലുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം, അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിങ്ക് കളർ ഞാൻ ഇതിൽ ഒരെണ്ണം വെച്ചാൽ മതി വെച്ചിട്ട് പിങ്ക് കളർ ഞാൻ റിട്ടേൺ അടിച്ചു. ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു, കാരണം എനിക്ക് ഇങ്ങനത്തെ കളർ ഡ്രസ്സില്ല. ഇത് നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു 800 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു എൻ്റെ വില, ഞാൻ മറന്നു. ഇത് നല്ല എംബ്രോയ്ഡറി ഉണ്ട്, എല്ലായിടത്തും എംബ്രോയ്ഡറി ഉണ്ട്. പിൽക്കാലത്ത് ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്, ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഇന്നുമോളുടെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇന്നുമോളുടെ സ്കൂട്ടി വാങ്ങിക്കാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഡ്രസ്സ്. പക്ഷേ എനിക്കത് കുറച്ച് ടൈറ്റാണ്. ഇന്നുമോൾക്കത് കറക്റ്റ്. ഇങ്ങോട്ട് നിന്നു ശരിക്കും കാണാനില്ല. ഇന്നുമോൾ ഡ്രസ്സ് നല്ല കറക്റ്റായിട്ടാണ് എടുക്കുന്നത്, നല്ല ഭംഗിയിലാണ് എനിക്കത് കാണാൻ. അത് കൊച്ചിക്ക് കൊണ്ടുപോകണോ? കഴിഞ്ഞ ദിവസമേ ഞാൻ നമ്മൾ വീഡിയോയിൽ ഇട്ടിരുന്നില്ലേ, ഒരു റോസും ഒരു നീല കളർ ഇതൊക്കെ, ആ ഡ്രസ്സൊക്കെ ചുരിദാറൊക്കെ കൊച്ചിക്ക് കൊണ്ടുപോകണം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ കണ്ടിട്ട് പൂതി മാറിയിട്ടും കൂടി ഇല്ല, ഡ്രസ്സ് തരില്ല പറഞ്ഞു. അങ്ങനെ എല്ലാം വേണം കൊണ്ടാൽ ശരിയാവില്ലല്ലോ, എന്താ ഇവിടെ ഇക്കെന്തേലും വേണ്ടേ. എൻ്റെ മോൾക്ക് എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് ചോദിക്കുന്നവര്. എൻ്റെ മോൾ നാളത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ വൈകിട്ട് അവിടുന്ന് ബസ്സിന് പോകുന്നു, രാത്രി എത്തി. ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നാളെ രാവിലെ 6 മണിക്ക് തന്നെ പോവുകയും ചെയ്തു. അതാണ് എൻ്റെ മോളുടെ ലീവ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ഗസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ വീടാകെ ലൈവാകും. നമ്മളിപ്പോൾ നമ്മൾ പരിപാടി നടത്തുമ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോരോ സംഭവങ്ങൾ കൊണ്ടുവരാനോ ചെയ്യുക. അപ്പം നമ്മൾ മെയിൻ കോഴ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നൂൽപുട്ട്, പുട്ട്, പിന്നെ പിന്നെ എന്തെന്നടി ആലുപറാത്തായിരുന്നു. ആലുപറാത്ത വെജിറ്റബിളും പിന്നെ നമ്മൾ നോൺ വെജും, അങ്ങനെ 2 തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ആലുപറാത്ത വെജ്, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ആലുപറാത്ത നോൺ വെജ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ സാധനം കിച്ചണിൽ വന്ന പിന്നെന്താ കാണിക്ക്, ഇതാണ് അവസ്ഥ. എല്ലാ സംഭവങ്ങളും എല്ലാം കൊടുത്തിട്ടിട്ടുണ്ട് അതിന് മുകളിൽ. ഇത് ഈ വാങ്ങിച്ചല്ലേ, ജാംജിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റായിരുന്നു. അപ്പോൾ അവൾക്ക് ജാമും പിന്നെ ബീഫ് അച്ചാറും ജാമും വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ അത് കൊടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒട്ടിജി എന്താവുമ്പോൾ എന്താവും. പിന്നെ നമ്മൾ ഇങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കുറേ സംഭവം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ ബാക്കിയാവും. അപ്പം നമ്മളിങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലെന്താണ് ഇതിൽ നമ്മൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, നല്ല തേങ്ങ. ഇന്നലെ ആവോ മിനിയാന്നാവുന്നാവോ വീഡിയോ ഇട്ടിട്ട് എന്താന്നാവോ. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല തേങ്ങ വറുത്തരക്കണമൊക്കെ കാണിച്ചിട്ടില്ലേ, അതിട്ടിട്ടുണ്ടാക്കിയ നല്ല തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ്. ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ ഒരു ജ്യൂസ് ഉണ്ട്. ഇത്രയാണ് നമ്മളെ വകയുള്ള സാധനങ്ങൾ. ഇനി വരുന്നൊരു
ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നോമ്പുതുറ സംഘടന ആരംഭിക്കുന്നതാണ്. അപ്പം ഞാൻ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേ എന്താ പറയുക, പാല് ഇല്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ നമ്മളെ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് ഞാൻ പാല് കടമയ്ക്കാൻ വേണ്ടി വന്നിക്കാണ് കേട്ടോ. ഓളെ കയ്യിൽ മിൽക്ക് മിസ്റ്റിൻ്റെയും മിൽമിൻ്റെയും ഒക്കെ പാലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടാ, പാല് വാങ്ങിക്കാൻ ആരെങ്കിലും ഒരു ഓട്ടോക്കാരൊക്കെ പറഞ്ഞേക്കാൻ ചോദിച്ചപ്പോൾ ഒരു ഓട്ടോക്കാരെയും കിട്ടാറില്ല. പക്ഷേ നമുക്ക് ബിനി പാല് തന്നു, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പാലാണ്. എൻ്റെ കപ്പലെന്താ മുങ്ങിയോ? എന്നൊന്നും മുണ്ടൂലേ? എന്നോടൊന്നും ചോദിച്ചാലേ മുണ്ടോ. ഞാനങ്ങനെ എല്ലാവരും ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഓൺ ദി വേലാണ് കേട്ടോ. ഓലൊക്കെ എത്താൻ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഞാൻ അവരെത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുള്ളായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് സായക്കുട്ടിനെ തീരെ ശ്രദ്ധിക്കാനും ഒന്നും പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് ഓൻ്റെ പഠിപ്പ് പിന്നാക്കെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഓനക്ക് അൽബിഡോ എഡ്യൂക്കേറ്ററിൽ ഓനക്കൊരു ട്യൂഷന് ഏർപ്പാടായി കൊടുത്തത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ. എക്സാം ആണെന്നില്ല ഒരു ടെൻഷനും എനിക്കില്ല. അവന് കറക്റ്റ് അവൻ്റെ ട്യൂഷൻ അറ്റൻഡ് ചെയ്തോളും. അവൻ്റെ ടീച്ചേഴ്സ് അവനെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് എക്സാമിന് അവനക്ക് എന്താണ് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്. അവൻ്റെ പരീക്ഷ ആലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല. സായിക്കുട്ടിക്ക് എക്സാമായിട്ട് ടെൻഷനുണ്ടോ? എന്താ? ട്യൂഷനിലെ കാരണം കൊണ്ടാണ് എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ഓക്കെ ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഫ്രണ്ട്ലി ആണോ? ഈ വരുന്ന അധ്യയന വർഷത്തിലെ 8, 9, 10 CBSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അൽബിഡോ A+ ക്യാമ്പസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കോൺസെപ്റ്റ് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റും ഫൗണ്ടേഷൻ മുതൽ A1 ലഭിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് അൽബിഡോ A+ ക്യാമ്പസ് സജ്ജീകരിച്ചിട്ടുള്ളത്. അൽബിഡോ A+ ക്യാമ്പസിലെ കുറഞ്ഞ ഫീസിൽ കുറഞ്ഞ കുട്ടികൾക്കാണ് അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഫീസിലും നല്ല ഇളവ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സിന് പുറമെ മന്ത്ലി എക്സാമും ചാപ്റ്റർ വൈസ് റിവിഷനും 1-on-1 അറ്റൻഷനും ഈ ക്ലാസ്സിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് കോൺടാക്ട് ചെയ്ത് നോക്കി വെക്കാം എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ അടുത്ത് പല പേരൻസും പറയാറുണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് ഹിന്ദി, മലയാളം, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായുള്ള ഫൗണ്ടേഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ അൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് കേട്ടോ അൽബിഡോ പെൻസിൽ ഫൗണ്ടേഷൻ. നമ്മൾ പല പേരൻസിനും നമ്മളെ ജോലി തിരക്കും മറ്റു പല കാരണം കൊണ്ട് നമ്മളെ കുട്ടികളെ പഠനത്തിൽ നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും 8ാം ക്ലാസ്സിൽ എത്തിയിട്ട് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത പല കുട്ടികളും നമ്മളൊക്കെ ഇടയിലുണ്ടാവും അല്ലേ. വെറും 20 ദിവസം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഒരുപാട് പാരൻസിൻ്റെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയ നല്ലൊരു കോഴ്സാണ് ഇത്. മാത്രമല്ല ഈ കോഴ്സിൽ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യാൻ ഇവർ തയ്യാറുമാണ്. നിങ്ങൾക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു പാരൻറ്റിന് റിവ്യൂ കൊടുക്കാം കേട്ടോ. നല്ല ക്ലാസ്സായിരുന്നു മാമിൻ്റെ. പിന്നെ അവന് ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. പേടിയുണ്ട് ഇത് എങ്ങനെയാണ് ഇവർ പഠിക്കാൻ പറ്റുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും എല്ലാം നല്ലതായിട്ട് പറ്റുന്നുണ്ട്. ഇനി വിദേശത്ത് പോയ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ കുട്ടികളുടെ പഠനം 1-2 വർഷം മിസ്സായ പല പാരൻസ് ഉണ്ടാവും. അങ്ങനത്തെ പാരൻസ് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്ന പാരൻസ് ഉണ്ടാവില്ലേ. അവർക്ക് വേണ്ടിയിട്ട് അൽബിഡോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സാണ് അൽബിഡോ ഓൺലൈൻ സ്കൂളിംഗ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് പോവാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് CBSE സിലബസിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന സംവിധാനമാണ് അൽബിഡോ ഓൺലൈൻ സ്കൂളിംഗ്. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള ഫൗണ്ടേഷനും കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും കുട്ടികളുടെ സബ്ജക്ട് ബേസ് പോരായ്മകൾ ക്ലിയർ ചെയ്യാനും എല്ലാം ഈ ഓൺലൈൻ സ്കൂളിംഗ് ഹെൽപ്പാക്കും. അവരുടെ ഓൺലൈൻ സ്കൂളിംഗ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഉടൻ തന്നെ മറ്റൊരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കൂ. അഡ്മിഷൻ എടുക്കുന്ന സമയത്തേ നിങ്ങൾ എൻ്റെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും കഴിക്കും 6 മണിന്ന് പറഞ്ഞിട്ട് അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയാം. അതേത് ക്യാമറയാണ്? ഞാൻ ഇതേത് അന്റെ കുപ്പായോ? കൊള്ളാലോ, രസായി. ലിങ്ക് ഉണ്ടായിക്കോട്ടെ. ജാസ്മിൻ കുട്ടിക്ക് വന്നതും എൻ്റെ ചുരിദാറിൻ്റെ ലിങ്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. മറ്റേ ഇഷ്ടപ്പെടല്ലേ? ജാസ്മിൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുക ഇജ് കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ എന്താ ചെട്ടിയാ? നോക്ക് എൻ്റെ
എന്റെ അത് എന്റെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. ആ എന്റെ ഓവൻ 48 ലിറ്റർ ആണേ, 48 ലിറ്റേഴ്സ് ആണേ. ആ ജാസ്റ്റ് ഗുഡ് ഐറ്റംസ്. ഇതെന്താ ചോറ് പാത്രത്തിലൊക്കെ കൊടുക്കണം, ചോറ് കൊടുക്കണം, പൊതിച്ചോറൊക്കെ ഉണ്ടോ? അതെ പാത്രം മാത്രമുള്ളതല്ലേ പാത്രം. അത് പറഞ്ഞ പറ്റില്ല. ആ പാത്രത്തിൽ കൊടുത്തൊക്കെ എനിക്ക് കുറെ ഐറ്റം കൊടുത്തിട്ടുണ്ട് ജാസ്മിറ്റിയെ. ജാസ്മിനോള് അതിന് ഓൾക്ക് അവിടെ ഒന്നും കഴിക്കാല്ല പറഞ്ഞിട്ടേ ജാസ്മിയാകുമ്പോ എല്ലാവർക്കും അച്ചാറോട് കൂട്ടത്തിൽ മൂസ. അതിനെന്താ പ്രശ്നം? നമ്മള് 6 മണിയാകുമ്പോ 6:15 നമ്മള് ഓവനിൽ കയറ്റും. എന്താ വെച്ചേ ക്ഷീണിച്ചിട്ടൊന്നുമില്ല അല്ലേ? അതിന് ഞാൻ പറഞ്ഞോളാം മുഖത്തിന് ഒരു നിറം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടായ പേരക്ക അതാണ്. ഓ ഓ രസായി രസായി നമ്മളെ നല്ല മണട്ടോ അല്ലേ? ഭയങ്കര മോൾക്ക് ഇവിടെ എന്ത് കണ്ടാലും മോള് അപ്പൊ പറയും ഇതിയാൻ കൊണ്ടുപോകുന്നേ. ആ അതിനെ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന ഒരാക്രാന്തം ഉണ്ടാവൂലേ? എല്ലാ അത് നമ്മൾ കോർണർ സ്റ്റാൻഡ് ഉണ്ടാവൂലേ? അത് ആ കൊളുക്ക് വേണത്രേ. അതാ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന പോലെയാണേ. ഇത് കടലക്കറി, അത് ബീഫ് കറി. എന്തേ ഞങ്ങൾക്ക് പറ്റിയില്ലേ? 2 തരം കറി ഉണ്ടേ. എനിക്ക് പുട്ടും, അത് പുട്ട് താഴെ നൂൽപുട്ട്, പുട്ട് നൂൽപുട്ട്. പിന്നെ ഉമ്മച്ചിക്ക് വെജിറ്റബിൾ പറാത്ത, നമുക്ക് നോൺ വെജ് പറാത്ത. വേഗം വെക്കണം. എവിടെ ക്യൂട്ട് സുഖിയൻ? അയ്യോ ആയിട്ടില്ലല്ലേ കുഞ്ഞു കുഞ്ഞു സുഖിയൻ. ഓക്കെ ഇതിലെന്താ? ഓക്കെ പഴം കൊണ്ടാണ്. ഉന്നക്കായിന് കൂത്താപ്പല്ലേ? ആ ഓക്കെ. ഇതിനൊരു പേരിടേണ്ട ആവശ്യമില്ല. അങ്ങനത്തൊരു ഇത് അതന്നെ. ഈ തൂക്ക് പാത്രത്തിൽ എന്താ? ചിക്കൻ മീൻകറി വെറിഞ്ചോറോ? അതായിപ്പോ എന്താ? ഞാൻ കടലക്കറി മക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാ അപ്പൊ അല്ല അതോള് കൊണ്ടേക്കോട്ടെ. അതിന്നിപ്പോ തുള്ളി കിട്ടും തോന്നിയില്ല. അതിപ്പോ ഓൾക്ക് തന്നെ ഓൾക്ക് അവിടെ കുറച്ച് കുട്ടികളുണ്ടാവൂലേ, പൂരി എടുക്കുമല്ലോ. ആ നമ്മളെ അടുത്ത ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അന്നെ ഇവിടുന്ന് വിട്ടാലല്ലേ അന്നെ ഞങ്ങൾ പറഞ്ഞേക്കൂല്ലോ. ഓല എന്നെ കൊണ്ടുപോകുന്നത് മാത്രല്ലല്ലോ, എന്നെ പറഞ്ഞേക്കൂല്ല. അനക്ക് പറ്റിയ ചുരിദാറിന്റെ ലിങ്ക് വേണോ? അതായത് ജാസ്മിൻകുട്ടി വെച്ചപ്പോഴേ ആ ലിങ്ക് ഇട്ട് കൊണ്ടാ പറഞ്ഞേ. ജാസ്മിൻകുട്ടി നെബിലുട്ടി ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടില്ല. നീ പായ ജ്യൂസ് ഒക്കെ ഉണ്ട്. ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട് നെബിലുട്ടിയുടെ വക. സോറി മമ്മി, നെബിലുട്ടിയുടെ വക ഫ്രൂട്ട്സ് ആണ് കേട്ടോ. രസമുണ്ടോ? ഇത് എല്ലാ ഷോപ്പിംഗ് ആപ്സിലും ഉണ്ട്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലും, മിന്ത്രയിലുണ്ടോ അറിയില്ല. ഇല്ല അതായിട്ടില്ല. ഫ്രൂട്ട്സ് കട്ട് വേവിക്കാത്ത സാധനം. അപ്പൊ ജ്യൂസ് അല്ല ഇവൻ മുടിവെട്ടി നല്ല ഭംഗിയുണ്ടല്ലോ. മുടിവെട്ടി ആപ്പിളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ മാത്രം നമുക്ക് പതുക്കെ മാറ്റിയേക്കാം. ഇത് എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും. അതന്നെ അവിടെ നമുക്ക് ആപ്പിൾ വേഗം മാറ്റിയേക്കാം. അല്ലെന്നാ അത് കട്ട് ചെയ്യണോ? ഫ്രിഡ്ജിലിന്റെ കാലങ്ങളായിട്ട് ഇരിക്കുന്ന വാട്ടർമെലൻ അടുത്ത പോരെ. ഇതെടുക്കല്ലേ ഞാനേ. ഓ അതെ സമ്മതിച്ചില്ല. ഒരു ചുമക്കാരത്ര ഫ്രിഡ്ജിത്തെ വാട്ടർമെലൻ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ അതെ അങ്ങനെ നജിത്ത വന്നിട്ടുണ്ട്. നജിത്ത മാഷാ അല്ലാഹ്. അനുമോള് നല്ല മെലിഞ്ഞു കിട്ടും. അനുമോളെ ഒന്ന് നീങ്ങുന്ന മുന്നേ നീങ്ങുന്നാണ് കൊച്ചിക്ക് നീങ്ങുന്നാണ് നല്ല മെലിഞ്ഞു. അതെ 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 ഡാഡിക്ക് എവിടെ 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 മച്ചാനെ താടി മീശ പേടി.
അതെ സായിക്കുട്ടിയെ ഓനായിട്ട് മുട്ടാനിച്ച് ആയിട്ടില്ല. ഞാൻ അവിടെ ഇരുന്നാളെ അങ്ങനെ ജാസ്മിൻകുട്ടി കാര്യപ്പെട്ട് ഫ്രൂട്ട്സ് എല്ലാം വെട്ടി കൂട്ടി സെറ്റിട്ടുണ്ട്. അതാ നജിത്തൊരു സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഈ ഒരു സാധനത്തിന്റെ പേരെന്താ അറിയില്ല. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം അത്രേ. ആ അപ്പൊ ഞാൻ ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തിട്ട് ചൂടാക്കാൻ പോവാണ്. അയ്യോ കാണോ എന്റെ ഓട്ടിച്ച് കാണോ ഓട്ടിച്ച് അളിയനെവിടെ? അതാ നിങ്ങൾ 6 മണിക്ക് എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മള് പെരിന്തൽമണ്ണ 4 മണിക്ക് എത്തിക്കാം. നേരത്തെ കാലത്ത് 6 മണിക്ക് എത്തിയാൽ മതി. ഇന്നും മെസ്സേജ് കഷ്ടം. പിന്നെന്താ കൊറേ 10 കിലോമീറ്റർ അങ്ങോട്ട് പോയി 10 കിലോമീറ്റർ ഇങ്ങോട്ടൊന്ന് നിങ്ങൾ എത്തിയല്ലോ. അളിയാ അല്ല ശൈര്യ വരുമ്പോ പിന്നെ കിടക്കാനുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ ശൈര്യന്റെ വകയിൽ കേട്ടോ അതോട് കൊടുത്തിട്ടുണ്ട്. അളിയന് നോമ്പ് തുറക്കാനില്ല. എന്താ അളിയ ഇങ്ങള് അമ്മട്ടിയെ മമ്മനറിയോ ഉമ്മറമ്മന്നേ ഫ്രൂട്ട്സും അതിന്റെ കാര്യങ്ങളും ഒക്കെ ശരിയായിട്ടുണ്ട്. നോമ്പ് തുറക്കൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടാ എല്ലാരും ഇതിന്റെ ലിംഗം ചോദിക്കുന്നേ. എല്ലാരും ലിംഗം ചോദിച്ചിട്ടുണ്ട് ചുരിദാറിന്റെ. ഓ ഷൈജാമ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ അളിയൻ പറഞ്ഞ പോലെ കൊറേ കഷ്ടപ്പെട്ടില്ലേ നീ സമൂസ ഉണ്ടാക്കാൻ. ഇത് ഷൈജാമ കൊടുത്തതാ. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു പാത്രം പറയണത് ഇങ്ങനെയാണ്. എല്ലാം വെച്ചാ ഇതുണ്ട്, സമൂസ ഉണ്ട്, മുന്തിരി ഉണ്ട്, ഇതിലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ ആ ഫ്രൂട്ട് സലാഡ് ഇല്ല. എന്താ നീ ഫ്രൂട്ട് സലാഡ് കഴിക്കത്ത്? ഓഹോ ഞാൻ എടുത്തു. ഏതാ കഞ്ഞുടിക്കട്ടെ. രാവിലെ പോയിട്ട് ക്ഷീണിച്ച് കഞ്ഞി കുടിക്കേ. എന്താ നല്ല ഇഷ്ടപ്പെട്ട കഞ്ഞിയാ. മെയിൻ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇന്നുമോൾക്ക് നാളെ തന്നെ തിരിച്ചു പോകും വേണ്ടേ. അപ്പോൾ ജാസ്മിൻകുട്ടി കൊടുന്ന അച്ചാറും ഒക്കെ നല്ലപോലെ പാക്ക് ചെയ്ത് സെറ്റാക്കി ഞങ്ങൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിക്കണം എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ കേട്ടോ. പിന്നെ രാത്രി നീറ്റ് അത്താഴമൊക്കെ കഴിച്ചു. പിന്നെ ആരും ഉറങ്ങണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ 6:30 മണിക്കാണ് ഇന്നുമോൾക്ക് ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നുമോൾ പിന്നെ പോകാനും ഒക്കെ സെറ്റായി. സോളോ ലൈഫ് അല്ല വർക്ക് ലൈഫ്. അമ്മൊന്നുമില്ലാത്ത സോളോ വർക്ക് ലൈഫ്. അങ്ങനെ ഓള് എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും പോവുകയാണ്. കൊച്ചിക്ക് ഞാൻ അത്യാവശ്യം സമ്മതിച്ചില്ല. ഞാൻ പറയുമ്പോഴൊക്കെ നിൽക്കുന്നുണ്ട് സുഖമുണ്ട്. അങ്ങോട്ടൊന്ന് വരും 2 ദിവസം അവിടെ നിൽക്കാം. അപ്പൊ മനസ്സിലാവും അങ്ങോട്ട് വരണത്. പറയാ ആകെ കുഗ്രാമം പോലത്തെ സ്ഥലം. നല്ലപോലെ വരുമ്പോ മീൻകറിയും മീൻ വറുത്തും ഉണ്ടാവും. ചിക്കൻ ഉണ്ടാക്കി തരാം. ചിക്കൻ നിർത്തി പൊച്ചിക്ക് അത്ര ആവശ്യമല്ല നിർത്തി പൊച്ച് ഉണ്ടാക്കി തരില്ല. നേരാവണ്ണം ഞാൻ പോവാ. ഞാൻ അവിടെ നിന്ന് വല്ല കടയൊന്നും മീൻചാറും ചോറും കിട്ടും വെക്കട്ടെ. ഇപ്രാവശ്യം ഇന്നുമോൾ വന്നത് തിരക്കേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇന്നുമോൾ നമ്മൾ യാമിക്കുട്ടിയുടെ ബർത്ത്ഡേക്കാണല്ലോ വന്നത്. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലത്തെ നോമ്പ് തുറക്കാണ് അവൾ വന്നത്. ഇപ്രാവശ്യം അവൾ വന്നപ്പോൾ ഓളെ ശരിക്കും പോലെ ഒന്ന് കാണാനോ വർത്തമാനം പറയാനോ ചിരിക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നോമ്പ് തുറപ്പിക്കുമ്പോൾ ഓളില്ലാന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് പോരേ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്ത പ്രാവശ്യം കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ലീവിന് വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്നാവോ. അപ്പോൾ എല്ലാവരും ഇനി അവനവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണ ഓരോരോ പരിപാടികളാണ് കേട്ടോ. ഒരു ഉമ്മ കൊടുത്തേ. ഒന്ന് സംഭവമാണല്ലോ.
എന്താണ് ഓളെ ബാഗ് എടുക്കാനാക്കല പിന്നെ അതില് ബാഗ് ഇതിലുണ്ടേ അല്ലാതെ പിന്നെ എന്താ പ്രശ്നം എന്താണ് എന്തോ മോട്ടോർ പടച്ചോനെ സൈക്കിൾ അളിയ കുടുങ്ങി അളിയാ അത് ചേച്ചിയെ താത്ത ചേച്ചിയെ അത് ഈ ഇവിടുത്തെ കുട്ടിന്റെയാണ് ഇവിടുത്തെ കുട്ടി നമ്മളെ സൈക്കിള് ഞങ്ങൾ 2 മിനിറ്റ് ഒരു 2 റൗണ്ടിന് ഒന്ന് വിചാരിക്കും വേണ്ട അതെ കുട്ടി കരഞ്ഞിട്ടാണ് കുട്ടി അറിഞ്ഞിട്ടാണ് വേറെ നിവർത്തി കഴിഞ്ഞിട്ടാണേ ഓക്കെ ഓക്കെ ആ പോവാ തിരി തിരി സൈക്കിളെ കറങ്ങി വേണ്ടല്ലോ ഒരു തട്ടാ ഇത് ഓക്കെയൊന്നുമില്ലേ ഏ ഓക്കെ ഒന്നുമില്ലേ ഇത് ഓക്കെയൊന്നുമില്ലേ ആദ്യം വളർന്ന് പൊന്നാല മക്കളെ സൈക്കിൾ അത് അതിന്റെ ഒരു ഭാഗത്തോളം സൈഡ് വീല് ചേച്ചി ചീത്ത പറഞ്ഞു ആ യാമിയാണ് യാമി ആരവിടെ നോക്കിയാലും സാറില്ല എനിക്ക് സൈക്കിൾ ഓടണം സൈക്കിൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകാം എന്താ ആ സൈക്കിൾ വണ്ടി വെക്കാം ആ പോവാ വണ്ടിയിൽ കൊണ്ടുപോകാം ഈ സൈക്കിൾ കൊണ്ടുപോയി എന്താണ് ഇപ്പൊ കണ്ണീര് കിരാൻ പോയ കാട്ടുക അതാ കാലൊക്കെ അരണ പറഞ്ഞോ പിന്നെ അരണ സ്വഭാവം അത്രേ എന്തോ 5 സെക്കൻഡിനുള്ളിൽ മറക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവൂല അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ വീട്ടിലത്തെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ആറ് വീട്ടിലെ നോമ്പ് തുറക്കൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ. അങ്ങനെ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറിയിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യം പെട്ടെന്ന് നോമ്പ് തുറക്കൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഒരു ഫീലുണ്ട്. എല്ലാവരും പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എല്ലാവർക്കും പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും പോയി സായിവിട്ടേ. ഇനിയിപ്പോൾ എന്താ എനിക്ക് തോന്നുന്നത്? അല്ല നിന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ? എല്ലാവരും പോയോ? എല്ലാവരും കൂടെ പോയി മരവെട്ടിക്ക്. അവൻഷൊക്കെ പോയി? അവൻഷൊന്നുമില്ല ഇവിടെ? അപ്പോൾ ഇവനുണ്ടല്ലോ. ആ അവൻഷല്ലേ പോയിട്ടുള്ളൂ. ആ ഓക്കെ. ആൻ്റെ ഒക്കെ പള്ളിക്ക് പോയതായിരിക്കും അല്ലേ?